ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നടത്തിയിട്ടുള്ളത് ഒരു വിശ്വാസ തട്ടിപ്പാണ്. 1999 മുതലുള്ള ചരിത്രം പരിശോധിക്കേണ്ടതുണ്ട്. ഒരാൾ സ്വർണം സംഭാവനയായിട്ട് നൽകുന്നു. ആ സ്വർണം അവിടെ പൂശപ്പെട്ടിട്ടുണ്ടോ? അയ്യപ്പ സന്നിധിയിൽ കൊണ്ടുപോയി സമർപ്പിച്ച് എടുത്തുകൊണ്ട് വന്ന ഒരു വാതിലാണിത്. ഇതിന്റെ വില 50 ലക്ഷമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 50 ലക്ഷം കൊടുക്കാനും ആളുകളുള്ള നാടാണ് കേരളം, അല്ല ഇന്ത്യ എന്ന് പറയുന്നത്. ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുക. ഈ കോടതിയുടെ ഈ തീരുമാനം ശബരിമലയിലെ വിശ്വാസികൾക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ്. ഏറ്റവും വലിയ നിരീശ്വരവാദി ആരാന്ന് ചോദിച്ചാൽ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരിക്കും, വേറെ ആരും ആയിരിക്കില്ല. അങ്ങനെ ഒരു നിരീശ്വരവാദിക്ക് പോലും അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമസ്കാരം. ശബരിമല വിഷയത്തിൽ ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്ന ഒരു സംശയമാണ് സ്വർണ്ണപ്പാളി വിഷയത്തിൽ രാജ്യാന്തര കള്ളക്കടത്ത് സംഘത്തിന്റെ ഇടപെടലുണ്ടോ എന്നുള്ളത്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? കോടതി ഇന്നാണ് സംശയം പറയുന്നതെങ്കിൽ നമ്മളിത് 2 ആഴ്ച മുമ്പേ ഈ സംശയം നമ്മളുടെ ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾ പറഞ്ഞതാണ്. ഇതിന്റെ പിന്നിലുള്ളത് അവിടെയുള്ള ഏതാനും ഗ്രാം സ്വർണത്തിലല്ല ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കണ്ണ് എന്നുള്ളത്, മറിച്ച് ശബരിമലയിൽ വിശ്വാസികൾ അർപ്പിക്കുന്ന ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിന്റെ മൂല്യം അല്ലെങ്കിൽ ആ ഒരു വില നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കുന്നതിന് അപ്പുറത്താണ്. അതിനെ വേണമെങ്കിൽ മോഹവില എന്ന ഓമനപ്പേരിൽ നമുക്ക് വിളിക്കാം. ഈ മോഹവില തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന പെരുങ്കള്ളൻ ലക്ഷ്യം വെച്ചിരുന്നതും. ഒന്ന് ആലോചിച്ച് നോക്കൂ. ദ്വാരപാലക ശില്പങ്ങൾ, അതോടൊപ്പം തന്നെ ശബരിമലയിലെ പ്രധാനപ്പെട്ട വാതിലുകൾ, ഇതൊക്കെ അവിടുന്ന് എടുത്ത് പുറത്തു കൊണ്ടുവന്നതിന് ശേഷം ഇദ്ദേഹം ഇതുമായിട്ട് എവിടെയൊക്കെയാണ് സഞ്ചരിച്ചിട്ടുള്ളത്? ഹൈദരാബാദിൽ പോകുന്നു, ചെന്നൈയിൽ വരുന്നു, അവിടെ നിന്ന് ബാംഗ്ലൂർ എത്തുന്നു, ബാംഗ്ലൂരിൽ നിന്ന് പല പ്രാവശ്യം ഈ വാതിലുകൾ സെറ്റാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് സന്നിധാനത്തെത്തുന്നു, വീണ്ടും അതുമായിട്ട് എവിടെ പോകുന്നു? ഹൈദരാബാദ് പോകുന്നു, ചെന്നൈ പോകുന്നു, ബാംഗ്ലൂർ പോകുന്നു. ഇങ്ങനെ വന്നുപോയ സമയങ്ങളിലൊക്കെ അളവ് നോക്കാൻ വേണ്ടിയിട്ട് ആരുടെയൊക്കെ വീടിന്റെ വാതിലുകളാണ് അവിടെ കൊണ്ടുപോയി വെച്ച് അളവെടുത്ത് കൊണ്ടുപോയി വിശ്വാസ കച്ചവടം നടത്തിയിട്ടുള്ളത് എന്നുകൂടി കോടതി പരിശോധിക്കണം. ചില സ്ഥലങ്ങളിലൊക്കെ കണ്ടില്ല, ചില അമ്പലങ്ങളിൽ നമ്മുടെ വണ്ടിയുടെ താക്കോല് കൊണ്ടുപോയി വെച്ചിട്ട് മുട്ടിച്ച് എടുത്തിട്ട് പോവുക. അതല്ല എങ്കിൽ നമ്മുടെ വീട്ടിൽ സ്ഥാപിക്കേണ്ട ഒരു വീട് പണി തുടങ്ങുന്നതിന് മുമ്പായിട്ട് മണല് കൊണ്ടുപോയിട്ട് പുണ്യസ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് വാരിക്കൊണ്ട് വരിക എന്നൊക്കെയുള്ള നമ്മൾ കണ്ടിട്ടുള്ളത്. എന്ന് പറഞ്ഞ പോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നടത്തിയിട്ടുള്ളത് ഒരു വിശ്വാസ തട്ടിപ്പാണ്. അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്ന ഏറ്റവും നല്ല മേഖല എന്താ വെച്ചാൽ ശബരിമല വിശ്വാസികളായിട്ട് ശബരിമലയിൽ എത്തുന്ന ധനികരായിട്ടുള്ള ആളുകളെ പറ്റിച്ച് കോടാനുകോടികൾ സമ്പാദിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അയാൾ ഇറങ്ങി പുറപ്പെട്ടിട്ടിരുന്നത്. അതിൽ ഒരു പരിധി വരെയൊക്കെ അയാൾ വിജയം നേടിയിട്ടുണ്ടെന്ന് ആലോചിച്ചു നോക്കും. ദേവസ്വം ബോർഡും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ മുരാരി ബാബു, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഇങ്ങനെയുള്ള കുറെ ആളുകൾ ചേർന്ന് ശബരിമലയെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ അയ്യപ്പ വിഗ്രഹം വരെ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടുള്ള പണിയാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. ഇന്ന് ഒന്ന് നോക്കിക്കേ, സർക്കാർ എത്ര കൃത്യമായിട്ടാണ് ഈ അന്വേഷണം മുമ്പോട്ട് പോകുന്നത്? സർക്കാർ ഏതെങ്കിലും തലത്തിൽ എന്തെങ്കിലും ഇടപെടലുകൾ നടത്തുന്നുണ്ടോ? ഒരു ഇടപെടലുകൾ നടത്തുന്നില്ല. ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ കേരളത്തിലെ ഏറ്റവും സത്യസന്ധരായിട്ടുള്ള 2 ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ കൃത്യമായ അന്വേഷണമല്ല നടക്കുന്നത്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ഹൈക്കോടതിയെ മാത്രമാണ്. അതുകൊണ്ടാണ് ഈ കേസ് അന്വേഷണം ഇത്രയും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വേറൊരു കാര്യം കൂടി ഇതിനകത്ത് നമ്മൾ പറയേണ്ടതുണ്ട്. പ്രതിപക്ഷത്തിന്റെ ഒരു സഹകരണം, അത് BJP ആയിക്കൊള്ളട്ടെ, കോൺഗ്രസ് ആയിക്കൊള്ളട്ടെ, മാധ്യമങ്ങളുടെ വിമർശനത്തെ തുടർന്നാണ് അവർ സമരം അവസാനിപ്പിച്ചത്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. കോടതിയുടെ നിർദ്ദേശം വന്നിരിക്കുന്നു, 8 ആഴ്ച കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു. അതുവരെ സമരം ചെയ്തു കഴിഞ്ഞാൽ തങ്ങൾ ഈ സമൂഹത്തിൽ അവഹേളിക്കപ്പെടും എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ സമരം നിർത്തിയിട്ടുള്ളത്. ഇപ്പോഴും ചില പ്രതിപക്ഷ പാർട്ടികളുടെ ചില നേതാക്കന്മാർക്ക്, ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ചില ആളുകളൊക്കെ ചില പൊതുവേദികളിലൊക്കെ പിണറായി വിജയൻ സ്വർണം കെട്ട കള്ളനാണ്, അല്ലെങ്കിൽ ദേവസ്വം മന്ത്രി സ്വർണം കെട്ട കള്ളനാണ് എന്നൊക്കെ പറയുന്നതിനൊന്നും കേരളത്തിലുള്ള ഏതെങ്കിലുമൊക്കെ വിശ്വാസികൾ എന്തെങ്കിലും വില നൽകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റത്തുള്ളൂ. കേരളത്തിലെ മുഴുവൻ ആളുകളും, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കേരളത്തിലെ മുഴുവൻ ആളുകളും പ്രതീക്ഷിക്കുന്നത് എന്താണ്? ശബരിമലയിലെ ഇത്രയും പരിപാവനമായ ഒരു സ്ഥലത്ത് ഒരു വലിയ കൊള്ള ആസൂത്രണം ചെയ്ത ആ പെരുങ്കള്ളന്മാർ ആരായിരുന്നാലും അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ഇത് തന്നെയാണ് സർക്കാർ എടുത്തിരിക്കുന്ന നിലപാടും. സർക്കാർ ഒരു ഇടപെടലും നടത്തിയിട്ടില്ലല്ലോ, ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയിട്ടില്ലല്ലോ. കൃത്യമായിട്ട് ഹൈക്കോടതി പറഞ്ഞ രീതിയിൽ തന്നെയാണുള്ള കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ മുൻ ദേവസ്വം കമ്മീഷണറായിട്ടുള്ള O വാസുവിനെ ചോദ്യം ചെയ്തിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്, അതോടൊപ്പം തന്നെ മുരാരി ബാബുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്. മുരാരി ബാബു ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിലറയ്ക്കുള്ളിലാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അത്രയും സുതാര്യമായ രീതിയിൽ അന്വേഷണം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് 1999 മുതലുള്ള ചരിത്രം പരിശോധിക്കേണ്ടതുണ്ട്. ഒരാൾ സ്വർണം സംഭാവനയായിട്ട് നൽകുന്നു. ആ സ്വർണം അവിടെ പൂശപ്പെട്ടിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും രേഖയുണ്ടോ? ഒരാൾ വന്നിട്ട് പറയുകയാണ് അവിടെ സ്വർണം പൂശിയിരുന്നു. ഈ സ്വർണം പൂശാനായിട്ട് സ്വർണം തരുന്ന സമയത്ത്
അതിന്റെ തൂക്കം നോക്കേണ്ട ആവശ്യമുണ്ടല്ലോ, അല്ലെങ്കിൽ തൂക്കം ഏതെങ്കിലും തരത്തിൽ രേഖപ്പെടുത്തണമല്ലോ. അതുമായി ബന്ധപ്പെട്ട ഒരു രേഖയും ശബരിമലയിൽ ഇല്ലെന്നാണ് പറയുന്നത്. വിജിലൻസ് പല തവണ അവിടെ റെയ്ഡ് നടത്തിയിട്ടും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു രേഖകളും കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നില്ല. അപ്പോൾ അവിടെ തുടങ്ങിയുള്ള വീഴ്ചകൾ അന്വേഷിക്കേണ്ടതുണ്ടെന്നേ. ശബരിമലയിൽ, അതായത് കാട്ടിലെ തടി തേവരുടെ ആന എന്നുള്ള രീതിയിലാണ് ശബരിമലയിലെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. അതെല്ലാം ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യപ്പെടാൻ വേണ്ടി പോവുകയാണ്. 1999 ഒരാൾ കുറെ സ്വർണം കൊടുത്തു എന്ന് പറയുന്നു, 2018 കുറെ സ്വർണം കൊടുത്തു എന്ന് പറയുന്നു, അതിനുശേഷം ഇപ്പോഴത്തെ കാര്യങ്ങൾ പറയുന്നു. ഇതിലൊക്കെയുള്ള വാസ്തവം എന്താണ്, സത്യം എന്താണ്, എത്ര കൊടുത്തിട്ടുണ്ട്, അതോ കൊടുക്കാതെ കൊടുത്തു എന്ന് പറഞ്ഞിട്ടുള്ളതാണോ, ഇതിനെക്കുറിച്ചൊക്കെ രേഖകളെക്കുറിച്ചൊക്കെ കൃത്യമായ ഒരു സയന്റിഫിക് സ്റ്റഡി അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ തന്നെ ആവശ്യമായിട്ടില്ലേ? ഹൈക്കോടതി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? സുഭാഷ് കപൂർ എന്ന് പറയുന്ന ഈ ഒരു വലിയ വിഗ്രഹ കള്ളക്കടത്തുകാരനുണ്ട്. ഈ വിഗ്രഹ കള്ളക്കടത്തുകാരൻ എന്നൊക്കെ പറഞ്ഞാൽ പണ്ടത്തെ സിനിമകളൊക്കെ നമ്മളുണ്ട്. അക്കരെ അക്കരെയാണോ എനിക്ക് സംശയമുണ്ട്. ആ സിനിമയ്ക്കകത്ത് ഇവര് വിദേശത്ത് പോകുന്നതിനാണ് മറ്റേ മ്യൂസിയത്തിൽ നിന്ന് കാണാതായ കിരീടം അന്വേഷിച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ സിനിമയെ കണ്ടിട്ടില്ലേ? അതോടൊപ്പം തന്നെ ജയറാം അഭിനയിച്ച ഒരു സിനിമയുണ്ട്. അതിനകത്ത് ജയറാം തിരുവാഭരണങ്ങൾ, ഒരു പട്ടാഭിഷേകം എന്ന സിനിമയ്ക്ക് തിരുവാഭരണം കുറച്ച് സമയത്തേക്ക് കൊണ്ടേ പണയം വെക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? അതൊക്കെ ഒരു സിനിമയാണെന്ന് പറയും. പക്ഷെ ഈ സിനിമകളൊക്കെ ആയിരിക്കും ഒരു പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ പുള്ളിക്കാരൻ നോക്കിയപ്പോഴത്തേക്ക് എന്താണ്, ഇതിപ്പോ അയ്യപ്പന്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് ഒരു വാതിൽ വെച്ച് ഇട്ട് ആ വാതിലെടുത്തുകൊണ്ട് കോടീശ്വരൻ കൊടുത്ത് ഞാൻ ഇത് അയ്യപ്പ സന്നിധിയിൽ കൊണ്ടുപോയി സമർപ്പിച്ച് എടുത്തുകൊണ്ട് വന്ന ഒരു വാതിലാണിത്. ഇതിന്റെ വില 50 ലക്ഷമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 50 ലക്ഷം കൊടുക്കാനും ആളുകളുള്ള നാടാണ് കേരളം, അല്ല ഇന്ത്യ എന്ന് പറയുന്നത്. കേരളം എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താനായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സാധിച്ചിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ഹൈക്കോടതിയുടെ നിരീക്ഷണം വളരെ കറക്റ്റാണെന്ന് പറയത്തുള്ളൂ. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടുന്ന് വാതിലുകളൊക്കെ ആയിട്ട് പോകുന്നത് എവിടേക്കാണ്? ചെന്നൈക്ക് പോകുന്നു, അല്ലെങ്കിൽ ഈ സ്വർണ്ണ ബലകമൊക്കെ ആയിട്ട് പോകുന്ന എവിടേക്കാണ്? ചെന്നൈക്ക് പോകുന്നു, അവിടുന്ന് ഹൈദരാബാദിന് പോകുന്നു, അവിടുന്ന് ബാംഗ്ലൂർക്ക് വരുന്നു. ഇവിടങ്ങളിലൊക്കെ പോകുന്ന സമയത്തിന്റെ അളവ് കൃത്യമായിട്ട് എടുക്കാനായിട്ട് ഇയാളെ പോലുള്ളൊരു പെരുങ്ങളന് പറ്റത്തില്ലേ? അത് എടുത്തതിന് ശേഷം അതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് നിർമ്മിച്ച് ഇവിടെ തിരിച്ചു വെക്കാൻ വേണ്ടി പറ്റത്തില്ലേ? ഡിസൈൻ അടക്കം വെക്കാൻ പറ്റൂലോ. ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുക. അന്താരാഷ്ട്ര ബന്ധങ്ങൾ എന്താണ് എന്ന് കൂടി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അതിനപ്പുറത്ത് നമ്മൾ ചർച്ചയുടെ തുടക്കം പറഞ്ഞതുപോലെ ഒരു മോഹവില ഇതിനുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ശബരിമലയിൽ ഈ സ്വർണ്ണപ്പാളി മാത്രമല്ല, ഒരുപാട് അമൂല്യമായിട്ടുള്ള വസ്തുക്കള് ഇതിന് മുന്നേ കൊടുത്തതും ഉണ്ടാവും, അതിനുശേഷം ഇപ്പം വിജയ് മല്യയെ കൊടുത്തതിന് ശേഷം ഉള്ളതും ഉണ്ടാവും. ഇതിന്റെ ഒന്നും കണക്കുകൾ, അല്ലെങ്കിൽ ഇപ്പൊ ദൈവത്തിന്റെ അടുത്ത് കൊണ്ടുകൊടുക്കും, ദൈവം സാക്ഷിയായിട്ട് ബാക്കിയുള്ളവരിപ്പോ ഭരണസമിതിയൊക്കെ മാറി മാറി വരുന്നതല്ലേ. അങ്ങനെ വരുമ്പോ ഓരോ സമയത്തുള്ളവരല്ലല്ലോ അടുത്ത സമയത്ത് ഉണ്ടാവുക. അങ്ങനെ വരുമ്പോ എങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇതുപോലെ മിസ്സിംഗ് ആയിട്ടുണ്ടാവും. കാട്ടിലെ തടി തേവരുടെയാണ്. വരുന്നവരൊക്കെ അതിനകത്തുനിന്ന് വാരി എടുത്തുകൊണ്ട് പോകുന്നു എന്നതിനപ്പുറത്തേക്ക് ഇതിന് കൃത്യമായിട്ട് കണക്കുകളോ കാര്യങ്ങളോ ഒന്നും എന്നുള്ളതാണ് ഈ വിജിലൻസിന്റെ ഒക്കെ പരിശോധനയിൽ ഒന്നും കണ്ടെത്താൻ സാധിക്കുന്നില്ല. അവിടെ വന്നിട്ടുള്ള കൃത്യമായിട്ട് കഴിഞ്ഞ ദിവസം സ്റ്റോക്ക് എടുപ്പും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് വിജിലൻസിന്റെ നേതൃത്വത്തിൽ. പക്ഷേ ഇതിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ഇനി ഹൈക്കോടതിയുടെ മുമ്പിലാണ് ഇരിക്കുന്നത്. അത് ഹൈക്കോടതിയാണ് പറയേണ്ടത്. ഇത്ര ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. ഇപ്പൊ ദേവസ്വം ബോർഡിന്റെ അക്കൗണ്ടിൽ വന്നിരിക്കുന്നത്, ഒരു സീസണിൽ വന്നിരിക്കുന്നത് ഒരു 25 കോടി രൂപയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾ ആരെങ്കിലും വിശ്വസിക്കുമോ? അപ്പൊ അതിന്റെ കൃത്യമായ കണക്കുകൾ പുറത്തു വരട്ടെ. ഹൈക്കോടതി ഇത് പരിശോധിച്ചതിന് ശേഷം ഈ ഒരു സീസണിൽ ഇത്ര സ്വർണം നേർച്ചയായിട്ട് ലഭിച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ ഇത്ര രത്നങ്ങൾ ഇവിടെ നേർച്ചയായിട്ട് കിട്ടിയിട്ടുണ്ട്, അതല്ലെങ്കിൽ ഇത്ര രൂപ ഇവിടെ നേർച്ചയായിട്ട് വീണിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള കണക്കുകൾ പുറത്തു വരട്ടെ. ആ കണക്കുകൾ പുറത്തു വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് നമുക്കറിയാലോ ഓരോ സീസണിലും ശബരിമലയിൽ എത്ര പണമാണ് വീഴുന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു ധാരണ മലയാളികൾക്കുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ടായിരിക്കും കോടതിയുടെ മുൻപോട്ടുള്ള നടപടികൾ. ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും, ഈ കോടതിയുടെ ഈ തീരുമാനം ശബരിമലയിലെ വിശ്വാസികൾക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ്. ശബരിമല അപ്ഡേറ്റ് ചെയ്യപ്പെടുകയാണ്. ഇനി ശബരിമലയിൽ ഒരു മോഷണം നടത്താനായിട്ട് ഒരു പെരുങ്കലിനെയും തയ്യാറാവത്തില്ല. പ്രശാന്തിന്റെ കാലാവധി അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടി നൽകുന്നില്ലല്ലോ. അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു പുള്ളിക്കാരൻ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അവിടെ നിന്ന് LDF-ലേക്ക് ചാടി വന്നയാളാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ ആ സ്ഥാനം നഷ്ടപ്പെടുകയാണ്. ഇനി ആ കാലാവധി നീട്ടി നൽകുന്നില്ല. അറിയാൻ സാധിക്കുന്നത് സമ്പത്ത് ആ ഒരു ഇതിലേക്ക് വരാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ്. അതായത് മുൻ MP ആയിട്ടുള്ള സമ്പത്തായിരിക്കും അടുത്ത തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചെയർമാനായിട്ട് വരാൻ പോകുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കുറച്ചുകൂടി കാര്യങ്ങൾ സുതാര്യമായിട്ട് തന്നെ പോകുമെന്ന്. ഇതിനകത്ത് സർക്കാരിന് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം സർക്കാരിനെ സംബന്ധിച്ചിട്ട് സർക്കാരോ അല്ലെങ്കിൽ VN വാസവനോ മുഖ്യമന്ത്രി പിണറായി വിജയനോ നേരിട്ട് അവിടെ പോയി മോഷണം നടത്തിയെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. വാസുവിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് പോലീസ്. ഈ പറഞ്ഞ പ്രശാന്താണ് കുറ്റക്കാരെങ്കിലും ഈ പറയുന്ന സർക്കാർ അല്ലെങ്കിൽ ഈ കോടതി എടുത്ത് അകത്തേക്ക് ഇടുന്നേ.
ഇത് വിശ്വാസ സമൂഹവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. വിശ്വാസ സമൂഹത്തെ വഞ്ചിക്കാനായിട്ട് ഒരു തരത്തിലും ഈ സർക്കാർ തയ്യാറാവത്തില്ല. ഈ സർക്കാർ എന്നല്ല ഒരു സർക്കാരും തയ്യാറാവത്തില്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കുറ്റക്കാരായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയും മൂരാരി ബാബു, അതിന്റെ മുകളിൽ നമ്മൾ നേരത്തെ തുടങ്ങി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില കോടീശ്വരന്മാരുണ്ട്. ഇവരൊക്കെ പുറത്തേക്ക് വരിക തന്നെ ചെയ്യും. കാരണം ശബരിമല എന്ന് പറയുന്നത് മലയാളികളുടെ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തരുടെ ഏറ്റവും പരിപാവനമായ ഒരു സ്ഥലമാണ്. അവിടെയാണ് കവർച്ച നടത്തിയിരിക്കുന്നത്. അവർ ആരാധിക്കാൻ വേണ്ടി ചെല്ലുന്ന സ്ഥലത്തെ ഒരു വിഗ്രഹത്തെ എടുത്തു മാറ്റി അവിടെ ഡ്യൂപ്ലിക്കേറ്റ് വിഗ്രഹം വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആയിരിക്കില്ല ഏറ്റവും വലിയ നിരീശ്വരവാദി എന്ന് പറയുന്നത്. ഏറ്റവും വലിയ നിരീശ്വരവാദി ആരാന്ന് ചോദിച്ചാൽ അത് ഉണ്ണികൃഷ്ണൻ പോറ്റി ആയിരിക്കും, വേറെ ആരും ആയിരിക്കില്ല. അങ്ങനെ ഒരു നിരീശ്വരവാദിക്ക് പോലും അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു നിരീശ്വരവാദി പോലും മറ്റു മതങ്ങളെ റെസ്പെക്ട് ചെയ്യാറുണ്ട് കുറച്ചൊക്കെ. പക്ഷെ ഇത് അതിനൊക്കെ അപ്പുറത്തേക്കല്ലേ. താൻ ദൈവമായിട്ട് ആരാധിച്ചു കൊണ്ടിരിക്കുന്ന വിഗ്രഹത്തെ എടുത്ത് വിദേശത്തേക്ക് കടത്തി പണം സമ്പാദിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനൊക്കെ എന്ത് പേരിട്ടാണ് നമ്മൾ വിളിക്കുക? മുരാരി ബാബുവിനെയും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒക്കെ. പക്ഷെ ഇതിനകത്ത് പ്രതിപക്ഷത്തെയും അഭിനന്ദിക്കേണ്ടതുണ്ട്, സർക്കാരിനെ അഭിനന്ദിക്കേണ്ടതുണ്ട്. കൃത്യമായ രീതിയിൽ മുതലെടുപ്പുകൾ നടത്താതെ, രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ശ്രമിക്കാതെ കൃത്യമായ അന്വേഷണം മുമ്പോട്ട് പോകുന്നു എന്നുള്ളതിൽ എല്ലാ മലയാളികളും സന്തോഷവാന്മാരാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്.